തൊഴിൽ മേഖല എന്ന് പറയുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയൊരു സമയത്തിന് ആവശ്യമുണ്ട്. ഭയങ്കരമായ പ്രതിസന്ധികളുള്ളൊരു ഒരു ഒരു മേഖലയാണ് തൊഴിൽ രംഗം എന്ന് പറയുന്നത്. ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ആ പ്രശ്നങ്ങളുടെ ഏറ്റവും പാരമ്യതയിലെത്തുമ്പോഴാണ് നമ്മളവിടെ ചർച്ചയാവുക. അപ്പോൾ ആത്മഹത്യ 2 ആൾ ചെയ്തപ്പോൾ കേരളത്തിലത് ചർച്ചയായി. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് പിന്നെ ഗ്ലോബലി ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഈ ആളുകളുടെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ 9% ആളുകൾ ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നു. ഒരാഴ്ചയിൽ 50 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു തൊഴിൽ പ്രശ്നങ്ങളിൽ നിന്നൊരു റിപ്പോർട്ട് നേരത്തെ കാണുണ്ടായി. അപ്പോൾ നമ്മളതിൻ്റെ ഒരു മാക്സിമം പ്രശ്നത്തിലെത്തുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി നമ്മൾ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മഹത്യ മാത്രമല്ല, ഇവിടെ എല്ലാ ദിവസവും ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നു. ഞാൻ കുറച്ച് മുമ്പ് ചെന്നൈ കുടുംബ കോടതിയിലെ ഒരു വനിതാ അഭിഭാഷകയുടെ ഒരു ലേഖനം ഒരു പത്രത്തിൽ വായിക്കേണ്ടായി. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തത്ര കേസുകളാണ് ഇപ്പോൾ വരുന്നത്. അതിൽ കൂടുതലും നേരത്തെ പറഞ്ഞ IT സെക്ടറിലുള്ള ആളുകളാണ്. അത്രമേൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്, കുടുംബ ഛിദ്രതകൾ. അതുപോലെ തന്നെ ആളുകൾ ലഹരിയിലേക്ക് പോകുന്നു, അഡിക്ഷനുകളിലേക്ക് പോകുന്നു, കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്തത്, കുട്ടികൾ ആൻറ്റി സോഷ്യലുകളായി വളരുന്നു. 100 പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്.